ഓണമാണ്. പൂമരം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ജയറാമേട്ടനും ഫാമിലിയുമാണുള്ളത്. ജയറാമേട്ട, മകൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. ഒരുപാട് സന്തോഷിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് സന്തോഷിക്കുന്നൊരു നിമിഷങ്ങളൊന്നാണിത്. കാരണം തിരിച്ച് മലയാളത്തിലേക്ക് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച് തിരിച്ച് അവനൊരു നായകനായിട്ട് വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള സിനിമയായിരിക്കണം എന്നുള്ളത് അവനും ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു എബ്രിഡ് ഷൈൻ്റെ ഇങ്ങനത്തെ ഒരു സിനിമയിലേക്ക് അവൻ എത്തിപ്പെട്ടത്. അതും അവൻ്റെ പ്രായത്തിന് പറ്റുന്ന രീതിയിലുള്ളൊരു ക്യാമ്പസ് സ്റ്റോറിയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ്. അത്തരമൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കും സത്യം പറഞ്ഞ എൻ്റെ കുടുംബത്തിനും വലിയ അഭിമാനമുണ്ട്. പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും മലയാളികൾ എന്നും തന്നിട്ടുള്ള സ്നേഹവും ആ സപ്പോർട്ടും അവൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്. അതുണ്ടാവുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മകൻ്റെ ആദ്യ ചുവടുവെപ്പാണ്, നായകനായിട്ടുള്ള ആദ്യ ചുവടുവെപ്പാണ്. അതൊരു ക്യാമ്പസ് ചിത്രം. അച്ഛൻ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ആദ്യം ആ സിനിമയുടെ ഒരു അഭിപ്രായം വരുന്നത് കോളേജ് കുട്ടികളുടെ നാവിൽ നിന്നാണ്. അവരാണ് സിനിമ വിജയിപ്പിക്കേണ്ടത്. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് എൻ്റെ കോളേജിലെ കഥയാണെന്ന് ഓരോ കുട്ടികൾക്കും തോന്നുന്നൊരു കഥയായിരിക്കും പൂമരം എന്നുള്ളതാണ്. അതിൻ്റെ സിനിമയുടെ പേര് തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു പൂമരമില്ലാത്ത ഒരു കോളേജ് ക്യാമ്പസ് കേരളത്തിലുണ്ടാവില്ല. ആ പൂമരത്തിൻ്റെ ചോട്ടിൽ ഒരു ഓർമ്മയെങ്കിലും അവശേഷിക്കാത്ത ഒരു വിദ്യാർത്ഥി പോലും ഉണ്ടാവില്ല. പലപ്പോഴും പുതിയ തലമുറ ചൂസ് ചെയ്തിട്ടാണ് സിനിമ. അത്തരത്തിൽ ചൂസിങ് എന്തെങ്കിലും? അങ്ങനെയില്ല. അവൻ്റെ പ്രായത്തിനെ പറ്റിയൊരു കഥ കിട്ടി, അത് വളരെ ഇഷ്ടമായതുകൊണ്ട് ചെയ്തത്. ഇത് പറയാൻ ഭയങ്കര സന്തോഷമുണ്ട്. അവനിപ്പോൾ മലയാളത്തിൽ അഭിനയിക്കുന്നതിൽ എല്ലാ ആശംസകളും ഭാവങ്ങളും എൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവുമെന്നും. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് എല്ലാം. കാളിദാസൻ എന്താണ് സിനിമയുടെ ഒരു ക്യാമ്പസ് ചിത്രമാണ്, തുടക്കക്കാരനാണ്, തുടക്കമാണ്, എന്താണ് പറയുക? ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഷൈൻ ചേട്ടനെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം. അപ്പോൾ ഷൈൻ ചേട്ടൻ്റെ സിനിമയിൽ തന്നെ തിരിച്ചു വരാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷം ഉള്ള. നിവിൻ പോളി പോലെയുള്ള ആളുകൾ ക്യാമ്പസ് ചിത്രങ്ങൾ എടുത്ത് ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഒരു ക്യാമ്പസ് ഫിലിമിൽ വരുന്നതിന് ഒരു ടെൻഷൻ ഉണ്ടാവില്ല? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ സിനിമ ഇതുവരെ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഇതുവരെ വരാത്ത ഒരു ക്യാമ്പസ് സിനിമയായിരിക്കും. കാരണം വന്ന സിനിമകളെല്ലാം കുറച്ചും കൂടെ ഒരു ഔട്ട് ഓഫ് റിയാലിറ്റി ഉള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഇത് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് 100% എന്താണ് ഓരോ ക്യാമ്പസിലും നടക്കുന്നതും പിന്നെ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലൈഫും അതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ അഭിനയത്തിൻ്റെ ഏതെങ്കിലും സമയങ്ങളിൽ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ ഉപദേശങ്ങൾ തേടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. എന്തെങ്കിലും ഡൗട്ടുള്ളപ്പോൾ ചോദിക്കാറുണ്ട്, അല്ലാണ്ട് അങ്ങനെ അഡ്വൈസായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം മീഡിയ വണ്ണിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.